നമസ്കാരം. മാർക്കോ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും തന്നെ കെട്ടടങ്ങുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു യുവതാരത്തിന്റെ സിനിമ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ആ സിനിമ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ എഫോർട്ട് ഇട്ട് ഡെഡിക്കേഷനോടുകൂടി ആ സിനിമ ചെയ്ത് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെല്ലുവിളികൾ ഉണ്ടാവും. അത് പല മേഖലയിൽ നിന്നായിരിക്കും അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ചിലപ്പം കോ സ്റ്റാർസിൽ നിന്ന് ഉണ്ടാകും. കാരണം ഒരു താരം വിജയിക്കുമ്പോൾ മറ്റുള്ള താരങ്ങൾക്ക് ഈഗോ ഉണ്ടാകാം, പൊസസീവ്നെസ് ഉണ്ടാകാം, അതിൽ നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകാം. ചിലപ്പോൾ ആ താരത്തിന്റെ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജി ഇഷ്ടമല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഉറപ്പായിട്ടും വെല്ലുവിളികൾ ഉണ്ടാകാം. മൂന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചില ഹേറ്റേഴ്സ് ഉണ്ട്. ആൾക്കാരെ അനാവശ്യമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരിൽ നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകാം. ആന്റി ഫാൻസിൽ നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകാം. അങ്ങനെ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും ഇത്തരം സാഹചര്യത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. അതേപോലെയുള്ള വെല്ലുവിളി ഉണ്ണി മുകുന്ദനും പല രീതിയിൽ നേരിടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ മാർക്കോ മൂവിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും. കഴിഞ്ഞ ദിവസം നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിന്റെ പുതിയ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാർക്കോ മൂവിയെ കുത്തി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിലെ അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. കേട്ടില്ലേ? ഒരു താരം തന്റെ കോ സ്റ്റാറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവിയെ കുറിച്ചിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സുരാജ് വെഞ്ഞാറമൂട് ഇവിടെ പറഞ്ഞത്. ഞാൻ അതിനെ നെഗറ്റീവ് സെൻസിലല്ല എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണ്. അതായത് സുരാജ് വെഞ്ഞാറമൂട് അവിടെ ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു പബ്ലിസിറ്റിയാണ്, ഒരു പ്രൊമോഷനാണ്. അതായത് മാർക്കോ മൂവി ഇപ്പൊ നല്ല രീതിയിൽ പബ്ലിസിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതിന് സെൻസർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ മാർക്കോ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പബ്ലിസിറ്റിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയെ കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാകും. സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഏത് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം ആൾക്കാരിലേക്ക് എത്തും. അതിലൂടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആ മൂവിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എല്ലാവരിലേക്കും എത്തും. അപ്പം സ്വന്തം മൂവിക്ക് ഒരു പബ്ലിസിറ്റി കൊടുത്തതാണ് ഈ രീതിയിലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. അതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്റ്റാർസും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാർസും, എനിക്കൊന്നും നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക അതുപോലെയുള്ള മെഗാ സ്റ്റാർസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റാർസും ഈ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പല സ്റ്റാർസും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പം റീസെന്റ് മാർക്കോ മൂവിക്ക് എതിരായിട്ട് ഉയർന്നു വന്ന ഒരു വിവാദം ഇതാണ്. ആ വാർത്താ റിപ്പോർട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. മാർക്കോ സിനിമ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി. എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ. KPCC അംഗം അഡ്വക്കേറ്റ് JS അഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഈ സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇത് കാണിക്കുന്നുവെന്നാണ് പരാതി. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമയാണ് മാർക്കോ. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് KPCC അംഗം JS അഖിൽ പരാതി നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി. ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ A സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല. എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട്. JS അഖിൽ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം. JS അഖിൽ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്, പുള്ളിക്കാരനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തേക്കുന്നത്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള പോസ്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. സത്യത്തിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മാർക്കോ മൂവിയുടെ ക്രൂവിനെയോ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന അഭിനേതാക്കളെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരൊരിക്കലും മറച്ചു വെച്ചിട്ടില്ല. ഇത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് ആദ്യം തന്നെ ഈ ഫിലിമിന്റെ ക്രൂസ് എല്ലാം തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ആക്ടേഴ്സ് ആയിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മൂവി പ്രൊമോട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ്. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. തിയേറ്റർ ഉടമകൾക്കൊക്കെ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റും ഉള്ളതാണ്.
അപ്പം അതെല്ലാം അവഗണിച്ച് കുട്ടികളെ അതിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ മൂവി കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന പേരൻസ് അല്ലേ ഇവിടെ യഥാർത്ഥത്തിലുള്ള വില്ലന്മാര്. അവർക്കെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് തിയേറ്റർ ഉടമകൾക്ക്, കാരണം തിയേറ്ററിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ കയറ്റാൻ പാടില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ പേരൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിയേറ്റർ ഉടമകൾ വിലക്കണം. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പക്ഷേ ഈ JS അഖിൽ തിയേറ്റർ ഉടമകൾക്കെതിരെയാണ് കേസ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് മാർക്കോ മൂവിക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ എല്ലാ ആൾക്കാരും ഈ JS അഖിലിനെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, 4 ആൾ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മാർക്കോ പോലെ ഒരു മൂവിക്ക് നെഗറ്റീവായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പബ്ലിസിറ്റി കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം തിയേറ്ററിൽ കുഞ്ഞുങ്ങളെ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും വേറൊരു കാര്യമുണ്ട്. അതായത് തിയേറ്ററിൽ പോകാതെ തന്നെ ഇത്തരത്തിലുള്ള മൂവീസ് കുഞ്ഞുങ്ങൾക്ക് കാണാൻ ഒരു കുഴപ്പവും ഇല്ല, ഇഷ്ടം പോലെ. ഇപ്പം മാർക്കോ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഇത്രയും വയലൻസ് ഉള്ള ഒരു ഫസ്റ്റ് മൂവി ആയിരിക്കാം മലയാളത്തിൽ. പക്ഷേ പല ലാംഗ്വേജിൽ ഇതിനേക്കാട്ടിൽ വയലൻസ് ഉള്ള ഒരുപാട് മൂവീസ് ഉണ്ട്. അതൊക്കെ തന്നെ കുട്ടികൾക്ക് സുഖമായിട്ട് കാണാം. ഇപ്പം ഞാൻ പല ലാംഗ്വേജസിലുള്ള മൂവീസ് ആയിക്കോട്ടെ, ഡ്രാമാസ് ആയിക്കോട്ടെ, അതൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു 2-3 വർഷം മുമ്പ് വരെ ഈ വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കോ മൂവീസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പരിചയം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള മൂവീസും ഡ്രാമാസും ഒക്കെ കണ്ടതോട് കൂടിയിട്ട് ഇപ്പം ഈ വയലൻസ് ഒന്നും അല്ലാതെ ആയി. അത്തരത്തിലുള്ള ഒരുപാട് മൂവീസും ഡ്രാമാസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലുകളിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള മൂവീസിൻ്റെ ഒക്കെ ലിങ്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതൊന്നും കാണാൻ വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ കുട്ടികൾ ഇത് കണ്ടിട്ടങ്ങ് പേടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത്തരത്തിലുള്ള മൂവീസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കോയ്ക്കെതിരെ ഒരു നെഗറ്റീവ് വരട്ടെ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ എനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടട്ടെ എന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് അദ്ദേഹം കേസ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. മാർക്കോ മൂവിക്ക് മനഃപൂർവ്വം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി വളരെയധികം ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും അയാളെ തരം താഴ്ത്താൻ ശ്രമിക്കാതെ ഇരിക്കുക. ഇവിടെ തന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന സ്റ്റാർ, അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ സ്റ്റാർസും ഒന്നിനൊന്ന് മെച്ചമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. മാളികപ്പുറത്തിന് ശേഷം വന്നിട്ടുള്ളൊരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. അപ്പം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ടൈം ആയിക്കോട്ടെ, എഫേർട്ട് ആയിക്കോട്ടെ, അതിനെയൊക്കെ തന്നെ നമ്മൾ മാനിക്കണം. അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്ത് ആ സിനിമ ഇത്രയധികം വിജയിക്കുന്ന സമയത്ത് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും അതിനെതിരെ നെഗറ്റീവ് പറഞ്ഞ് തരം താഴ്ത്താതെ ഇരിക്കുക. അത് നല്ലൊരു ശീലമല്ല. ക്രിറ്റിസിസം നല്ലതാണ്. ഇപ്പം നമ്മൾ ആ മൂവി കണ്ടിട്ട് അതിനകത്ത് നമുക്ക് തോന്നിയ കാര്യം നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കാം. പക്ഷേ നെഗറ്റീവ് പറയണമല്ലോ, അയാളെ തരം താഴ്ത്തണമല്ലോ, അടച്ചാക്ഷേപിക്കണമല്ലോ എന്നുള്ള ഒരു വിചാരം വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിലും തരം താഴ്ത്താതെ ഇരിക്കുക, അടിച്ച് താഴെ ഇടാതെ ഇരിക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരാളോട് വിരോധമുണ്ടെങ്കിലും അയാളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അല്ലാതെ അടിച്ച് താഴെ ഇടാൻ ശ്രമിക്കുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അടിച്ച് താഴെ ഇടാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നവർക്കെതിരെ നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.